ഹായ്, എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോടൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ബെന്യാമിൻ എഴുതിയിട്ടുള്ള നോവലായ ആടുജീവിതവും ബ്ലസ്സി സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ആടുജീവിതവും തമ്മിലുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ സിനിമയിലുള്ളതുണ്ട്, അത് ബുക്കിലുണ്ടാവില്ല. ബുക്കിലുള്ള കാര്യങ്ങൾ ചിലത് സിനിമയിലും ഇല്ല. എങ്കിലും ഒരു പരിധി വരെ കഥയെ ആസ്പദമാക്കിയിട്ട് ആ സിനിമ നല്ല വൃത്തിയിൽ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടും ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനോട് 100% നീതി പുലർത്തിക്കൊണ്ടാണ് ബ്ലസ്സിയൻ സംവിധായകൻ ആടുജീവിതം എന്ന സിനിമയുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ നോവൽ വായിച്ച് എന്നുള്ളൊരു നിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ വായിച്ചതിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ വായിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള രീതി അൺബിലീവബിൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബിയോണ്ട് വേർഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അതിന് ബ്ലസ്സി എന്ന ഒരു സംവിധായകൻ നമ്മൾ 16 വർഷത്തെ കഷ്ടപ്പാട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതുപോലെ പൃഥ്വിരാജ് എന്ന നടൻ്റെ ഡെഡിക്കേഷൻ ലെവൽ, അത് ഒരു രക്ഷയില്ല. നിങ്ങൾ വേറൊരു ആർട്ടിസ്റ്റും ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഹോളിവുഡ് പോലും ഇത്ര ഈ ഒരു പീക്ക് ലെവലിലേക്ക് ഒരാൾ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് ഇബ്രാഹിം എന്ന ക്യാരക്ടർ, അത് നമ്മൾ നോവൽ വായിച്ച സമയത്ത് കുറച്ചധികം ഉണ്ടാവുകയും നജീബ് എന്ന ക്യാരക്ടറായിട്ട് ഒരുപാട് നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സിനിമയിൽ വന്ന സമയത്ത് ആ ബോണ്ടിങ്ങിന് കുറച്ചൊരു കുറവ് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടർ ചെയ്ത ഹക്കീം എന്ന ക്യാരക്ടർ ചെയ്ത ഗോകുൽ, ഒരു രക്ഷയില്ല, പുള്ളി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല, നമ്മൾ നോവൽ വായിച്ച സമയത്ത് ഹക്കീമിനുണ്ടായിരുന്ന ഒരു മരണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. എന്നാൽ നമ്മൾ മൈൻഡിൽ കണ്ടതിനേക്കാളൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഹക്കീം എന്ന് പറഞ്ഞ ആൾ, ഗോകുൽ എന്ന് പറഞ്ഞ ആൾ ഹക്കീം എന്ന ക്യാരക്ടറിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അറബികളുടെ ക്യാരക്ടേഴ്സ് ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ വന്നൊരു കോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ക്രുവാലിറ്റി പ്രതീക്ഷിക്കും. അത് നമുക്കതിൽ കാണാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ട്, എന്നാൽ ഒരിക്കലും നമ്മൾ ബുക്കിൽ വായിച്ച ആ ഒരു ഇമ്പാക്റ്റ് വിഷ്വലി വന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ സിനിമയിലെ റൊമാൻറ്റിക് സീൻസ് നമ്മൾ ബുക്കിലില്ലാത്തതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ വിഷ്വലി നല്ല വൃത്തിയിൽ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നോവലിൽ വളരെ കുറച്ച് ആ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യം നോക്കുമ്പോൾ വിഷ്വൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലാണ്, ഒന്നും പറയാനില്ല. നല്ല വൃത്തിയിൽ നല്ല കിടിലം ഫ്രെയിംസ് ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് പിന്നെ പറയേണ്ട കാര്യമല്ലോ, റഹ്മാൻ സാർ നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോങ്സ് നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കേൾക്കാനൊക്കെ. പിന്നെ അതിനകത്ത് പാമ്പിൻ്റെ കാര്യം, ഒരു പാമ്പിൻ്റെ സീൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നജീബ് എന്ന കഥാപാത്രം എങ്ങനെയെങ്കിലും മരിക്കട്ടെ എന്ന് കരുതിയിട്ട് താഴെ കിടക്കുന്നതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നോവലുണ്ട്, പക്ഷേ അത് സിനിമയിലില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സൗണ്ട് ഡിസൈനിങ് ആണ്. റസൂൽ പൂക്കുറ്റിയാണ് ഇതിൽ സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്ന് മലയാളികൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതിനാണ്. കാരണം അതിന് മുമ്പ് ചെയ്തു വെച്ച വർക്കുകൾ എടുത്ത് വെച്ചാൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആടുജീവിതത്തിലേക്ക് വരുമ്പം മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയായതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ അനക്കവും കാറ്റായാലും അതിൻ്റെ ഒരു കാറ്റത്തൊരു നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്ന അല്ലെങ്കിൽ പാറുന്ന ഈ ഒരു ശബ്ദം വരെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഏത് രീതിയിൽ, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഏത് രീതിയിലാണെന്നുള്ളത് അതിൻ്റെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റി ഉള്ള ഓഡിയോ നിങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നോവൽ വായിച്ച സമയത്ത് ആടെ രക്ഷിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു നോവലിനകത്ത്, പക്ഷേ സിനിമയിൽ വന്നപ്പം ആ ഒരു സംഭവം കട്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ നന്നായനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആടിനെ കൊണ്ടൊക്കെ ഇങ്ങനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ചോദിച്ചാൽ അതിൻ്റെ എനിക്ക് ഉത്തരവില്ല, പക്ഷേ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ബാക്കിയുള്ള സീൻസൊക്കെ. മരുഭൂമിയിലൂടെയുള്ള 2 ദിവസത്തെ യാത്രയ്ക്കിടയിൽ ഇവർ ഒരു മരുപ്പച്ച കണ്ടിട്ട് അവിടെ പോയിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സീനുണ്ട്. ആ വെള്ളം കുടിക്കുന്ന സീന് നമ്മൾ നോവലിൽ കണ്ടിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇബ്രാഹിം പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ഓടുന്ന നജീബിനെ പിടിച്ചു വെക്കുന്നതും ശേഷം ആ വെള്ളം കൊടുക്കുന്ന സീനും, അത് പക്ക എന്താണോ നിങ്ങൾ നോവൽ കണ്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് സിനിമയിലും കാണാം. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ആടുജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ നോവൽ വായിച്ചിട്ടുള്ളപ്പോൾ നമുക്കറിയാം, ആടുജീവിതം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ എന്താണ് പ്ലോട്ട് അത് നല്ല വൃത്തിക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വായിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വന്ന സമയത്ത് കൂടുതൽ ഒരു സർവൈവൽ എന്ന സംഭവം മാറിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഒരു കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണാൻ ഇടയുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടിയിരുന്നത്, പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ലൈഫും ആ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് സിനിമ കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയാം. പിന്നെ നോവൽ വായിക്കാത്ത ഒരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് സിനിമ കാണുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തെന്നാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണാം. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും എല്ലാ തരത്തിലുള്ള അവാർഡുകളും വാരിക്കൂട്ടാൻ പോകുന്ന ഒരു പടം തന്നെയാണ് ആടുജീവിതം. അതിലൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.